ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കല്യാണ സദ്യയ്ക്ക് വിളമ്പുന്ന ഇഞ്ചിക്കറിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഒരു വ്യത്യാസ രൂപത്തിൽ. അതിനായി ഞാനിവിടെ 200 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിക്കറിക്ക് യൂഷ്വലായിട്ട് ഒരേ രീതിയിൽ കനം കുറച്ചാണ് കട്ട് ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. അതായത് ഒരേപോലെ ഇരുന്നാൽ തന്നെയാണ് അത് ക്രിസ്പിയായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷേ ഞാനിവിടെ 2 രീതിയിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്രിസ്പിയായിട്ട് വറന്ന് കിട്ടുന്നതെന്ന് നോക്കാം. അതിനായി കടായിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. എനിക്കിത് ചെന്നൈയിൽ മോന് കൊടുത്തയക്കേണ്ടതാണ്, അപ്പോൾ കുറച്ച് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ, അതായത് ക്രിസ്പി ആവുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും. ആ സ്റ്റേജ് വരുന്നത് വരേക്കും നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. ഇതൊരു വ്യത്യാസ രൂപത്തിലാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ കാരണം, യൂഷ്വലായിട്ട് ഇതിൽ ഞങ്ങൾ ചെറിയ ഉള്ളി, റെഡ് ചില്ലി പൗഡർ, പച്ചമുളക് ഇതൊക്കെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. നമുക്ക് കാണാം ഇതിൽ ഞാൻ എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത് കാണാം. ഇഞ്ചി നന്നായിട്ട് വറന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നില്ലേ? ഇത് തന്നെയാണ് അതിൻ്റെ സ്റ്റേജ്. നമുക്കിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് വേറൊരു മിക്സി ജാറിലോട്ട് മാറ്റിയിട്ട് ആറിയതിന് ശേഷം അരച്ചെടുക്കാം. ഇതിൽ എണ്ണ നിറയെ ബാക്കിയുണ്ട്. ഇതേ എണ്ണയിൽ തന്നെ നമുക്കിതിനെ അരച്ചതിന് ശേഷം കടുവറുത്തെടുക്കാം. ഞാനിപ്പോൾ ഈ കടായി കഴുകാൻ പോകുന്നില്ല, ഇതേ എണ്ണയിൽ തന്നെയാണ് കടുവറുക്കാൻ പോകുന്നത്. ഇതിൽ കുറച്ചുകൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിൽ 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം കായം, കട്ടിക്കായം. ഇത് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലിട്ടാലും മതി. ഞാനിപ്പോൾ കട്ടിക്കായ ആയത് കാരണമാണ് ഇപ്പോഴേ ഉപയോഗിക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്, അതായത് ഇഞ്ചി പേസ്റ്റ്, അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളിയും പച്ചമുളകും ഇടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ സ്റ്റേജിൽ, അതായത് ഇഞ്ചി ചേർക്കുന്നതിന് മുന്നേ ഇട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആക്കിയതിന് ശേഷം ഇഞ്ചി ചേർക്കാം. ഇപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി വറുത്ത് പൊടിച്ചതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനായി 1 സ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ പെപ്പർ പൊടി എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം ഞാൻ ചെറിയ സ്പൂണാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു ലെമൺ സൈസ് അളവിന് പുളി നല്ല തിളച്ച വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ച വെള്ളം ആയത് കാരണമാണ് ഈ സ്റ്റേജിൽ ഒഴിക്കുന്നത്. നിങ്ങൾ പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടാക്കി കടുവറുത്ത് ഇഞ്ചി ഇടുന്നതിന് മുന്നേ തന്നെ പുളിവെള്ളം ഒഴിച്ച് നല്ല തിളച്ചതിന് ശേഷം മറ്റ് ചേരുവകളൊക്കെ ചേർത്ത് ഇങ്ങനെ ചെയ്യാം. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നല്ല തിള വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ എരിപ്പും പുളിപ്പും ഒക്കെ എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ഒരു കഷ്ണം ശർക്കര പൊടിച്ച് ചേർക്കുകയാണ്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊള്ളാം. ചില ആളുകൾക്ക് ഇനിയിപ്പോൾ അല്പം കൂടുതൽ നിൽക്കണമെന്ന് തോന്നും. അല്ല, ഇതെല്ലാം ഒന്ന് സമമായിട്ടൊരു ബാലൻസിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 1 സ്പൂൺ ഇട്ടാലും മതിയാവും. അങ്ങനെ ഉഗ്രൻ അടിപൊളി ഇഞ്ചി കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഞാൻ നല്ല കളർഫുള്ളായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ഒരു 8 മാസമായിട്ട് റെഡ് ചില്ലിയുടെ ഉപയോഗം കുറച്ചത് കാരണം, മാത്രമല്ല ഇപ്പോൾ ചാനലും ഒന്ന് തുടങ്ങി, ഒന്നും കളർഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു അത് വിഷമമല്ല, ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഉള്ളിലിരിക്കുന്നത് കാരണം എനിക്ക് തന്നെ പറയുകയാണ്, കളറിലൊന്നും കാര്യമില്ല, ഇത് വളരെ നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.